നമസ്കാരം. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി PV അൻവർ ഇറക്കുന്ന വീഡിയോകളും തന്ത്രങ്ങളും ഒക്കെ തിരിഞ്ഞു കടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ തന്നെ വഴിക്കടവിലെ ആ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റീൽസ് നമ്മുടെ PV അൻവർ പുറത്തിറക്കുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു കാണും. അതായത് അച്ഛനും അമ്മയ്ക്കും മകനെ നഷ്ടപ്പെടുമ്പോൾ അവിടെ ചെന്ന് അഭിനയിച്ച് പൊലിപ്പിച്ച് ഈ PR വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് അതൊക്കെ ക്യാമറയിൽ പകർത്തി ശേഷം വാർ റൂമിലെത്തിയിട്ട് ഒരു പാട്ടൊക്കെ കയറ്റി PV അൻവറിന്റെ ഫേസ്ബുക്കിലിട്ട് നന്നായിട്ട് അങ്ങ് ബൂസ്റ്റ് ചെയ്യുകയാണ്. എന്തോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ PV അൻവറിനെ അങ്ങ് നന്മയുള്ള മനിതൻ എന്നൊക്കെ പറഞ്ഞ് നന്മയുള്ള ലോകമേ ആ പാട്ട് പാടൂന്ന് ഓർത്താണ് ഇരുന്നത്. പക്ഷെ കണ്ടവരൊക്കെ പൊങ്കാലിട്ടു. നിനക്കൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോടാ എന്നാണ് പലരും ചോദിച്ചത്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു ദുരന്തം നടക്കുമ്പോൾ എങ്ങനെയാണ് ആ ദുരന്തത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ കഴിയുക എന്നാണ് പലരും ചോദിച്ചത്. ഇപ്പൊ തന്നെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്നറിയുമോ? അതായത് ഇദ്ദേഹം അവിടെ ചെല്ലുന്നു, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും പങ്കെടുക്കണം, കാരണം മുൻ MLA എന്ന നിലയിൽ താങ്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് അവിടെ തന്നെ ഒരാളെ നിർത്തിക്കൊണ്ട് ഏത് അൻവർക്ക് വോട്ട് ചെയ്യണമെന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്തുകയാണ്. അങ്ങനെ ഒരു വീഡിയോ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഇടിപ്പിക്കുകയാണ്. അതിനെ എന്താണ് വിളിക്കേണ്ടത്? അതിനെയാണ് ശുദ്ധ തെമ്മാടിത്തരം എന്ന് വിളിക്കേണ്ടത്. എന്നിട്ട് വേറൊരു വീഡിയോ കൂടി പിന്നാലെ പുറത്തിറക്കി. ആ വീഡിയോ രസകരമാണ് കേട്ടോ. ഒരു പെൺകുട്ടി തന്റെ നിലമ്പൂരിലെ സ്കൂളിൽ വന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ പറയുകയാണ്. അതൊക്കെ നമ്മുടെ അമ്പർക്ക കൊണ്ടുവന്നതാണ് എന്നാണ് ആ പാവംകുട്ടി ധരിച്ചത്. എന്നാൽ അതൊക്കെ LDF സർക്കാരിന്റെ സംഭാവനയാണ് എന്ന് അതിനടിയിൽ വന്ന കമന്റുകളിലൂടെ എന്തായാലും ജനങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാർ നിലമ്പൂർ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തു തന്നിട്ടില്ല, എന്നെ സഹായിച്ചിട്ടില്ല എന്ന പെരുന്നുണയാണല്ലോ നമ്മുടെ PV അൻവർ പറയുന്നത്. എന്നാൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്നാൽ വളരെ വ്യക്തമായിട്ട് എന്തൊക്കെ രീതിയിലുള്ള വികസന പദ്ധതികളും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളതെന്നും വ്യക്തമായി എണ്ണി ഞാൻ തന്നെ പറയാം. 35 വർഷത്തെ വികസന മുരടിപ്പിൽ നിന്ന് കഴിഞ്ഞ 9 വർഷത്തെ LDF ഭരണത്തിൽ 1800 കോടി രൂപയുടെ പദ്ധതികളാണ് നിലമ്പൂരിന് അനുവദിച്ചത്. പശ്ചാത്തല സേവന മേഖലകൾക്കെല്ലാം മികവേറി 15.25 കോടി രൂപ ചെലവിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കി. 23 സർക്കാർ വിദ്യാലയങ്ങൾ 41.31 കോടി രൂപ ചെലവിൽ മികവിലേക്ക് ഉയരുകയാണ്. വനാന്തരങ്ങളിലെ പ്രധാന ഗോത്ര നഗറുകളിൽ 4.92 കോടി രൂപ ചെലവിൽ വൈദ്യുതി എത്തി. കായിക പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ മിനി സ്റ്റേഡിയവും എത്തി. നിലമ്പൂർ ITI ഹോസ്റ്റലുകൾ, അതുപോലെ തന്നെ ജില്ലാ ആശുപത്രി, നേത്രരോഗ ഡയാലിസിസ് വിഭാഗം എന്നിവിടങ്ങളിൽ സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സർക്കാർ ഒരുക്കി. ബ്ലഡ് ബാങ്ക് കെട്ടിടം പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നു. 290 കോടി രൂപ ചെലവിൽ 23 റോഡുകൾ നിർമ്മിച്ചു. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ജൽജീവൻ മിഷൻ പദ്ധതിയിൽ 699.34 കോടി രൂപ ചെലവഴിച്ചു. 81.80 കോടി രൂപ ചെലവിൽ 10 പ്രധാന പാലങ്ങൾ നിർമ്മിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പൈലറ്റ് പദ്ധതിയായിട്ടുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിന് 165 കോടി രൂപ അനുവദിച്ചു. മണ്ഡലത്തിൽ 2323 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷനിലൂടെ വീടുകൾ അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4496 കുടുംബങ്ങൾക്ക് 7,55,36,300 രൂപ അനുവദിച്ചു. പ്രളയ ദുരന്തത്തിൽ ഉൾപ്പെട്ടവർക്ക് 154.76 കോടി രൂപ അനുവദിച്ചു. അടിസ്ഥാന വികസന പദ്ധതികൾക്കായി 39.80 കോടി രൂപ അനുവദിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ 16 കോടി രൂപ ചെലവഴിച്ചു. നിലമ്പൂർ കനോലി ബയോ പാർക്ക് ടൂറിസം ഹബ്ബ് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു. 2 കോടി രൂപ ചെലവിലാണ് ടൂറിസം പ്രൊജക്ട് നടപ്പിലാക്കുന്നത്. ദേശീയ നിലവാരത്തിൽ 16 കോടി CSR ഫണ്ട് ഉപയോഗിച്ച് ചന്തക്കുന്ന് നെടുങ്കയം റോഡ് പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിലമ്പൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം നവീകരിച്ചു. ഗോത്രമേഖലയിൽ ഉൾപ്പെടെ 800-ലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകിയത്. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി 227.18 കോടി രൂപയുടെ ഭരണാനുമതിയുമായിട്ടുണ്ട്. ഇതെല്ലാം എന്തായാലും LDF സർക്കാർ നൽകിയതാണ്. ഇതിന് പുറമെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മണ്ഡലങ്ങൾക്കും ഒരു വിഹിതം ഇപ്പൊ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു 7 കോടി രൂപ ആ മണ്ഡലത്തിന് കിട്ടാൻ പോവുകയാണ്. എന്നിട്ട് PV അൻവർ പറയുന്നു, എനിക്കൊന്നും തന്നിട്ടില്ല. ശരിയാണ്, നാട്ടിലെ ജനങ്ങൾക്കാണ് കൊടുത്തത്. അതായത് ആ മണ്ഡലത്തിനെ സത്യത്തിൽ വികസന പാതയിലേക്ക് എത്തിച്ച സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. PV അൻവർ ഇടുന്ന വികസന വീഡിയോകൾക്കടിയിൽ ആളുകൾ എന്താണ് കമന്റ് ഇടുന്നതെന്ന് അറിയാമോ? ഇത് തുടരണമെങ്കിൽ ഇനി LDF സർക്കാർ തന്നെ തുടരണം, സ്വരാജ് വരണം എന്ന് തന്നെയാണ് പലരും പറഞ്ഞത്. എന്തിനാണ് PV അൻവർ രാജിവെച്ചത്? മലദ്വാർ വഴി സ്വർണം കടത്തിയത് കസ്റ്റംസ് പിടിച്ചില്ല, അത് കേരള പോലീസും പിടിച്ചില്ല എന്ന് പറഞ്ഞാണോ രാജിവെച്ചത്? അല്ല, കേരള പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞാണ് രാജിവെച്ചത്. അങ്ങനെ പിടിക്കാൻ പാടില്ല. അത്രേ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ കേരള പോലീസ് പിടികൂടാൻ പാടില്ല.
കസ്റ്റംസ് പിടികൂടിയില്ലെങ്കിൽ അങ്ങ് പിന്നെ കേരള പോലീസും പിടികൂടാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതിനൊക്കെ ചൂട്ടുപിടിച്ച് നടക്കാൻ കേരളം ഭരിക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ തലവനല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ ഒരു ഏജന്റിനെ പോലെ സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി ചവിട്ടി പുറത്താക്കും. അങ്ങനെ ചവിട്ടി പുറത്താക്കിയ ശേഷം എന്താണ് സംഭവിക്കുന്നത്? മമതാ ബാനർജിയുടെ പാർട്ടിയിൽ പോയി ചേർന്നു. ശേഷം അയോഗ്യത വരുമെന്ന് മനസ്സിലായപ്പോൾ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് വരുത്തിവെച്ച വിന എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. ആ നാട്ടിലെ ജനങ്ങളെ അങ്ങ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടത് ഈ പി വി അൻവറാണ്. എന്നിട്ട് ഈ പി വി അൻവർ പറഞ്ഞിരിക്കുക എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഏതെങ്കിലും ഒരു ആത്മാഭിമാനമുള്ള നിലമ്പൂര് ജനത ആളുകൾ വോട്ട് ചെയ്യുമോ ഇയാൾക്ക്? പുള്ളി പറയുന്നത് പോലെ അല്ലെങ്കിൽ പുള്ളി ഒരു കാര്യം തീരുമാനിക്കുന്നത് പോലെ ഒക്കെ നടക്കണം. ആരും മറുത്തൊന്നും പറയാൻ പാടില്ല. മറുത്തു പറഞ്ഞാൽ വലിയ പണിയാ. അപ്പം തുടങ്ങും ഇസങ്ങളുടെ പരിപാടി. അറിയാമല്ലോ, പിണറായിസം മരുമോനിസം എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഇപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിലേക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ സർക്കാരിനോടുള്ള കടുത്ത വിരുദ്ധത, അതാണ് വ്യക്തിവിരോധമാണ് പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെതിരെ എങ്ങനെയാണ് ഇയാൾ ഓരോ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉന്നയിക്കുന്നത്? വളരെ വൃത്തികെട്ട രീതിയിലല്ലേ? പക്ഷെ അതിനൊക്കെ എങ്ങനെയാണ് സർക്കാർ നേരിടുന്നത്? സർക്കാർ ചെവി കൊടുക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ വഴിക്ക് പോട്ടെ എന്നാണ് ജനങ്ങളും പറയുന്നത്. വാ പോയൊരു കോടാലി. മാത്രമല്ല, ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ BJP ഒരു പരിപാടി നടക്കുകയാണ്. എന്ത് സന്തോഷത്തിലും എന്ത് സ്നേഹത്തിലുമാണ് പി വി അൻവറിനെ പറ്റി സംസാരിക്കുന്നത്. പി വി അൻവറിനെ എന്തായാലും BJP മാടി വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇയാളുടെ അവസാനത്തെ പോക്കും അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. PC ജോർജ് പോയതുപോലെ തന്നെ പി വി അൻവറും ഒരു സുപ്രഭാതത്തിൽ അവിടെ താമരയും പിടിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹം ഒരു തികഞ്ഞ ഒരു BJP കാരനായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇനി എത്തപ്പെടാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി വിജയൻ സർക്കാരിനെതിരെ 24 മണിക്കൂറും ആരോപണങ്ങൾ ഉന്നയിച്ച് LDF സർക്കാരിനെതിരെ നിരവധി കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടൊക്കെ നടക്കുന്ന ഇദ്ദേഹം സംഘപരിവാറിനെതിരെ പോരാടുന്ന ഒരു പാർട്ടിയെ, അതിശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇയാൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. അത് ആർക്കാണ് ഗുണം ചെയ്യുക? അത് സംഘപരിവാറിനാണ് ഗുണം ചെയ്യുക. സംഘപരിവാരങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇവിടെ നിന്ന് തുടച്ചു നീക്കണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ആ അജണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന എല്ലാവരെയും അവർ ചേർത്ത് നിർത്തും. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്നത് പോലെ 24 മണിക്കൂറും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാരങ്ങൾ. അതുകൊണ്ട് പി വി അൻവറിന് എന്തായാലും വലിയ സ്കോപ്പ് ഉണ്ട്. വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ CPM-നെതിരെ മാത്രമാണല്ലോ വാ തുറക്കുകയുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മാത്രമാണല്ലോ വാ തുറക്കുകയുള്ളൂ. എന്തായാലും പി വി അൻവറിനെ പോലുള്ള ഇരട്ടത്താപ്പന്മാർക്കൊക്കെ കനത്ത അടി തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജനങ്ങളെ പറ്റിച്ച് നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പി വി അൻവർ ആരാണെന്ന് വളരെ ഭംഗിയായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു രാജിവെപ്പും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉപകരിച്ചിട്ടുണ്ട്. നിലപാടില്ലാത്ത, പറഞ്ഞ വാക്കിന് യാതൊരു വിലയുമില്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു നമ്പർ 1 PC ജോർജ് ആണെന്ന്, ഒരു നമ്പർ 1 കോമാളിയാണെന്ന് എന്തായാലും ജനങ്ങൾക്ക് ഭംഗിയായി നിങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.